നാമത്തോടുമാറാകട്ടെ. നമുക്ക് എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനെ തിരഞ്ഞെടുക്കുകയും നാമത്തോടുമാറാകട്ടെ. അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ വലിയ മഹത്വത്തെക്കുറിച്ചും അവൻ നമ്മോട് ചെയ്ത വലിയ കരുണയെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ധാരാളം തിരഞ്ഞെടുപ്പുകളൊക്കെ അറിയുന്നവരാണ്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നു. അവൻ നമ്മളെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണെന്ന് തന്നെ നമ്മളതിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് എന്ന് നമ്മളോട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. നമ്മൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു. ഇസ്രായേൽ പൗരന്മാരോട് സമത്വമില്ലാത്തവരായിരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് നമുക്ക് കഴിവില്ലാത്തവരായിരുന്നു. നമ്മൾ അന്യരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു. നമ്മൾ ദൈവമില്ലാത്തവരായിരുന്നു. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മുടെ അവസ്ഥ എന്തായിരുന്നു നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ അത്യുന്നതനായിരിക്കുന്ന കരുണാസമ്പന്നനായിരിക്കുന്ന ആ മഹാദൈവം ചെയ്ത വലിയ പ്രവൃത്തി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? വിശുദ്ധരും നിഷ്കളങ്കരുമാകുവാൻ. നമ്മൾ ആരാധിക്കുന്ന ഈ അത്യുന്നതനായിരിക്കുന്ന ദൈവത്തെ ആരാധിപ്പാൻ യോഗ്യത ഉള്ളവരാക്കി തീർക്കുവാനായി പിതാവായിരിക്കുന്ന ദൈവം തന്റെ പുത്രനിലൂടെ നമ്മെ തിരഞ്ഞെടുത്തു. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ നമുക്ക് വേണ്ടി യാഗമായി ആ ക്രൂശിൽ മരിച്ചു നമുക്ക് കാണാൻ കഴിയുന്നു. എന്റെയും നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് എത്രയോ വലിയതാണ്. അനേകർക്ക് ലഭിക്കാത്ത, ആർക്ക് മനസ്സിലാകാതെ പോയ വലിയൊരു സത്യത്തെ നമുക്ക് ഇതിലൂടെ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി ഈ ദൈവത്തിന് മുമ്പാകെ ആയിരുന്നു കൊണ്ട് അവനെ സ്തുതിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കിയതോർത്ത് അവനെ സ്തുതിക്കുക. ഈ മഹാരാജാവിനെ, ഈ മഹാദൈവത്തെ ആരാധിപ്പാനായിട്ട് അവൻ നമ്മളെ കൂട്ടിവരുത്തിയല്ലോ. അതിനായിട്ട് നമ്മളെ ഒരുക്കിയല്ലോ. അതിനുവേണ്ടി അവൻ നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി തീർത്തുവല്ലോ. ആ വലിയ ദൈവകൃപയെ ഓർത്തുകൊണ്ട്, അവൻ നമുക്ക് ചെയ്ത ആ വലിയ പുണ്യപ്രവൃത്തികളെ ഓർത്തുകൊണ്ട് നമുക്ക് അവനെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാണ്.